ആദ്യം ശ്രീ രാജു പി നായർ, ഗംഭീരമായ വിജയത്തിന് ആദ്യം അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ഷിബുമിരാനും അഭിനന്ദനങ്ങൾ ഞാൻ നൽകുകയാണ്. ശ്രീ രാജു പി നായർ, ഈ തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മറുപടി എന്താണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ ആശയപരമായി തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയപരമായൊരു ചോദ്യം. കാരണം കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് നേരത്തെ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ളൊരു ദ്വന്ദ്വം ഉണ്ടായിരുന്നപ്പോൾ അതിനെ മാധ്യമങ്ങളും മറ്റു പലരും ഒരു ലളിത യുക്തിയോടുകൂടി ഇടതും വലതും എന്ന് പറഞ്ഞു. പക്ഷെ നയങ്ങൾ കൊണ്ടും പരിപാടികൾ കൊണ്ടുമെല്ലാം ഇടതുപക്ഷമായിട്ട് നിന്നിരുന്ന കോൺഗ്രസും ഇന്ന് വലതുപക്ഷമായി മാറിയ CPM-ഉം BJP-യും തമ്മിലുള്ള മത്സരമായിട്ട് മാറുകയാണ്. അവിടെ CPM വലതുപക്ഷമായിട്ട് മാറിയത് അവരുടെ പരിപാടികൾ കൊണ്ടാണ്, അവരുടെ വർഗീയത കൊണ്ടാണ്, അവരുടെ പ്രകൃതി വിരുദ്ധ നയങ്ങൾ കൊണ്ടാണ്, അവരുടെ ഇടതു മൂല്യങ്ങളിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. അവിടെ തീർച്ചയായിട്ടും ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിലെ മുഴുവൻ സമൂഹവും, അത് ഭൂരിപക്ഷ സമുദായവും ന്യൂനപക്ഷ സമുദായവും CPM-ൻ്റെ അണികളും ഇടതുപക്ഷ ചിന്തകരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് കോൺഗ്രസിന് ഇത്രയും അധികം സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞത്. UDF-ൽ ലീഗ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഘടകകക്ഷികളും ഏറ്റവും നല്ല മിന്നുന്ന വിജയം നേടിയത്. തീർച്ചയായിട്ടും 102 എന്ന് പറയുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ ആ ഉത്തരവാദിത്തം ഈ കേരളത്തിലെ CPM-ൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഇടത് മൂല്യമുള്ള എല്ലാ പ്രവർത്തകരെയും എല്ലാ വോട്ടർമാരെയും UDF-നോട് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. 3 സീറ്റ് എന്നുള്ളത് ചെറിയ സംഖ്യയായിരിക്കാം, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു പരാജയവും കൂടിയായി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. അത് ഞങ്ങളാണ് അവിടെ മത്സരിച്ച് അവർക്ക് വിജയം സമ്മാനിച്ചത് എന്നുള്ളതുകൊണ്ടല്ല. പക്ഷെ കേരളം BJP-ക്ക് 3 സീറ്റ് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഓരോ മതേതരവാദിയുടെയും പരാജയമാണ്. അതുകൊണ്ട് തന്നെ ആ 3-ൽ നിന്ന് 0-ലേക്ക് എത്തിക്കാനും CPM-ൽ നിന്ന് BJP-യിലേക്ക് പ്രവർത്തകർ പോകാതെ അവരെ കോൺഗ്രസിനോടും UDF-നോടും ചേർത്ത് നിർത്തുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം കൂടിയാണ്. തകർന്നടിഞ്ഞൊരു കേരളം, സാമ്പത്തികമായി സാമൂഹികമായി എല്ലാം തകർത്തടിച്ച ഒരു കേരളത്തെ ഞങ്ങളുടെ നിലപാടുകളുടെയും വർഗീയ വിരുദ്ധ നിലപാടിൻ്റെയും ബലത്തിൽ ഞങ്ങൾ തിരിച്ചു പിടിച്ച് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു മതേതര സംസ്ഥാനമാക്കി നിലനിർത്തുക എന്നുള്ളത് കൂടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം. തീർച്ചയായും അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ UDF-ഉം കോൺഗ്രസും മുന്നോട്ട് പോകും. ഞങ്ങളുടെ നയങ്ങളിൽ അത് പ്രകടമാകും, ഞങ്ങളുടെ പരിപാടികളിൽ അത് പ്രകടമാകും. കഴിഞ്ഞ 10 വർഷം വർഗീയതയ്ക്ക് വിളനിലമുണ്ടാക്കി കൊടുത്ത CPM-ൻ്റെ നയത്തിന് എതിരായിട്ട് കർശനമായ നടപടികളോടെ വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്ന വർഗീയ വിഷമത്തുക്കളെ നിലയ്ക്ക് നിർത്തുന്ന നടപടികളോടുകൂടി ഞങ്ങൾ കേരളത്തെ മതേതര കേരളമായി നിലനിർത്തും. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.